ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ചില ബാഡ് ഹാബിറ്റുകൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് അത് സ്റ്റോപ്പ് ആവും, ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി പോകും. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ആഗ്രഹിക്കുന്ന അത്ര നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ എന്തൊക്കെയാണ് ഇങ്ങനെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി പോകുന്നതിന്റെ പ്രധാനപ്പെട്ട ചില റീസൺസ് അല്ലെങ്കിൽ ചില ഹാബിറ്റുകൾ എന്നുള്ളതും നോക്കാം. ഒന്ന്, ആ റിലേഷൻഷിപ്പ് ഫിസിക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരൊറ്റ ഫാക്ടറിൽ മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് വേറൊരു ഇഷ്ടമോ അല്ലെങ്കിൽ ലവ്, റെസ്പെക്റ്റ്, മ്യൂച്വൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, അതുപോലെ തന്നെ ഒരു ഇമോഷണൽ കണക്ഷൻ, ഇങ്ങനെയുള്ള യാതൊരു ഫാക്ടറും നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു ഫിസിക്കൽ അട്രാക്ഷൻ എന്നുള്ള ഒരു ഫാക്ടറിൽ മാത്രമാണ് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് ആ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ആവും. ആ റിലേഷൻഷിപ്പ് അത്രയധികം നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്ര നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതിന്റെ പ്രധാനപ്പെട്ട റീസൺ ഇത് തന്നെയാണ്. കാരണം ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ അല്ല. വേറെ ഒരുപാട് ഫാക്ടേഴ്സ്, എസ്പെഷ്യലി നിങ്ങളൊരു വ്യക്തിയുമായിട്ട് ഒരുപാട് നാൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇമോഷണൽ കണക്ഷൻ മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ്. സോ മറ്റൊരു ഫാക്ടറും നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല, ജസ്റ്റ് ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമാണ് എന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ ഒരു റീസൺ ആയിട്ട് വരുന്നത്. ഒരു റിലേഷൻഷിപ്പ് അത്രയധികം നമ്മൾ ആഗ്രഹിക്കുന്ന അത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതിന്റെ. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കുന്നതിന് മുൻപായി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം, ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട റീസൺ ആയിട്ട് വരുന്നത്, യു സ്പെൻഡ് ഓൾ യുവർ ടൈം ടുഗെദർ. പക്ഷേ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതല്ല, നിങ്ങൾ ഓവർ ഡിപ്പെൻഡഡ് ആയി മാറിയിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പോലും ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല, എല്ലാ കാര്യത്തിനും അവർ വേണം, ഓവർ ഡിപ്പെൻഡഡ് ആയി പോകുന്ന സമയത്ത് ഒരു പോയിന്റ് എത്തുമ്പോൾ അവർക്കത് ബേർഡൻ ആയിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് തന്നെ ലൈക്ക് ആക്ച്വലി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലേ, അങ്ങനെ ഒരു തോന്നല് നിങ്ങളിലും വരും. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു രീതി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ ആയിട്ട് വരുന്നത്. സോ ഓവർ ഡിപ്പെൻഡൻസി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു റീസൺ. നെക്സ്റ്റ് പ്രധാനപ്പെട്ട ഒരു റീസൺ ആണ്, ദ റിലേഷൻഷിപ്പ് ഈസ് വെരി വൺ സൈഡഡ്. അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, വൺ സൈഡഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെയും ആ റിലേഷൻഷിപ്പ് അധിക നാള് മുന്നോട്ട് പോവാൻ സാധിക്കാത്ത രീതിയിലേക്ക് എത്തും. അതായത് ഒരു വ്യക്തി എങ്ങനെയായിരിക്കും, എപ്പോഴും ഗിവിങ് ടു മച്ച് ആയിരിക്കും, മറ്റൊരു വ്യക്തി ഗിവിങ് ടു ലിറ്റിൽ ആയിരിക്കും. സ്വാഭാവികമായിട്ടും ടു മച്ച് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്ക് തോന്നുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും, ഞാൻ ഒട്ടും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നില്ല, എനിക്ക് വേണ്ടത്ര ഒരു അറ്റൻഷനോ അല്ലെങ്കിൽ റെസ്പെക്റ്റോ അല്ലെങ്കിൽ ആ ഒരു എഫേർട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നില്ല, എൻ്റെ മാത്രം ആവശ്യമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്, അങ്ങനെയുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. സ്വാഭാവികമായിട്ടും അവരുടെ മാത്രം ആവശ്യമാണ് എന്നുള്ളൊരു രീതിയിലേക്ക് ആ റിലേഷൻഷിപ്പ് പോകും. എന്നാൽ വളരെ കുറവ് എഫേർട്ട് എടുക്കുന്ന അല്ലെങ്കിൽ വളരെ കുറവ് കോൺട്രിബ്യൂഷൻ മാത്രം കൊടുക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിലോ അവർക്ക് എപ്പോഴും കംപ്ലൈന്റ് കേൾക്കേണ്ടി വരും, നീ എന്താ ഇങ്ങനെ പെരുമാറുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു കംപ്ലൈന്റ് ആയിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും കൂടുതലായിട്ടും അവർ റിസീവ് ചെയ്യുക. അവിടെ ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തി ആയി പോവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. സോ ഇങ്ങനെ വൺ സൈഡഡ് ആയിട്ടാണ് ആ റിലേഷൻഷിപ്പ് പോകുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി മാത്രം ഒരുപാട് എഫേർട്ട് എടുക്കുന്നു, ഒരു വ്യക്തി ഒരു എഫേർട്ട് എടുക്കുന്നില്ല അല്ലെങ്കിൽ വളരെ കുറവ് എഫേർട്ട് മാത്രമാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതും ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് നാള് മുന്നോട്ട് പോവാത്തതിന്റെ ഒരു റീസൺ ആയിട്ട് ഇതും വരും. ആൻഡ് ഫൈനലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങളുടെ പാർട്ട്ണറുടെ മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോട് കൂടി നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ഒരു ട്രൂ ആയിട്ടുള്ള ഒരു ഒതന്റിക് സെൽഫ് ഉണ്ടായിരിക്കില്ലേ, ആ ഒരു കാര്യം നിങ്ങൾക്ക് ഷോ ചെയ്യാനോ അല്ലെങ്കിൽ അതായിട്ട് നിങ്ങൾക്ക് നിൽക്കാനോ സംസാരിക്കാനോ ഒന്നും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു റീസൺ ആയിട്ട് വരുന്നത്. ബിക്കോസ് നിങ്ങൾ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണോ അങ്ങനെ നിങ്ങൾ പെരുമാറുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ആക്സെപ്റ്റ് ചെയ്യില്ലേ അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഫിയർ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ പിന്നീട് അത് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ സിമിലർ ആയിട്ടുള്ള ഒരു കാര്യം വരുന്ന സമയത്ത് നിങ്ങൾ അത് ഹൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും.
നിങ്ങൾ എന്താണോ അത് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാതെ വരും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ആയി തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഇഷ്ടം എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ്, ഇങ്ങനെയുള്ളൊരു കാര്യം ചോദ്യചിഹ്നമായി നിങ്ങളുടെ മനസ്സിൽ വരാൻ തുടങ്ങും. മാത്രമല്ല, നിങ്ങൾ വളരെയധികം ഇൻസെക്യൂർഡ് ആയിട്ട് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങൾക്കൊരു ഒപ്പീനിയൻ പറയുക, ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടായി വരുന്നൊരു സ്റ്റേജ് എത്തും. സോ ഒതൻറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ട്രൂ ആയിട്ട് സ്പീക്ക് ചെയ്യാനോ സംസാരിക്കാനോ ബിഹേവ് ചെയ്യാനോ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി പോകുന്നതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ. സോ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് നമ്മുടെ ലൈഫിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ വളരെ ക്വാളിറ്റി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിന് ആവശ്യമായിട്ടുള്ള പല ക്വാളിറ്റീസും നമ്മൾ ബിൽഡ് ചെയ്യുകയും നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ഒക്കെ ആവശ്യമായിട്ട് വരും. സോ ഈ പറഞ്ഞ ഏതെങ്കിലും ഹാബിറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്